വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 410, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു പ്രോമോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റിലീസായിട്ടുണ്ട്. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോവാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ ഭവാനിയമ്മ ഭയങ്കര ടെൻഷനായിട്ട് തൻ്റെ ബാഗ് തിരയുന്നുണ്ട്. ദേഷ്യത്തോടെ ലച്ചുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആരെടുത്താലും എൻ്റെ മൂക്കുത്തി എനിക്ക് കിട്ടിയേക്കണം എന്ന രീതിക്ക് നല്ല ദേഷ്യത്തോടെ ലച്ചുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലച്ചു ഇത് കേട്ടിട്ട് അതിന് എന്നോട് ചൂടാവുന്നത് എന്തിനാണ് എന്ന രീതിക്ക് ലച്ചുവും കൺഫ്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത സീൻ ഇതേ പ്രഷറോടെ ഭവാനിയമ്മ നീലുവിൻ്റെ അടുത്ത് പോയിട്ടും ചൂടാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാവരെയും അരിയും ഞാൻ എൻ്റെ മുക്കുത്തി എടുത്തതിന് എന്ന രീതിക്ക് ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം നീലു അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ ഇത്രയും കാലമായിട്ട് അമ്മയുടെ അങ്ങനത്തെ ഒരു മൂക്കുത്തി ഇതുവരെ കണ്ടിട്ടില്ല എന്ന രീതിക്ക് നീലു ഭവാനിയമ്മയോട് പറയുന്നുണ്ട്. അതിനുശേഷം ഭവാനിയമ്മ ഇതേ പ്രഷറിൽ ഇതേ ഹൈ ടെൻഷനിൽ തന്നെ എല്ലാവരുടെ അടുത്തു നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിന് പാറുക്കുട്ടീനെ പോലും വെറുതെ വിടാതെ പാറുക്കുട്ടിയോടും ചോദിക്കുന്നുണ്ട്, എൻ്റെ മൂക്കുത്തി നീ എടുത്തു വന്ന രീതിക്ക്. പാറുക്കുട്ടി ഇല്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കേശു നീലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന രീതിക്ക് കേശുവും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് രാംകുമാറും ഹൈമോദിയും ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് രാംകുമാർ ചോദിക്കുന്നുണ്ട്, ആ മൂക്കുത്തി കിട്ടിയോ എന്ന്. വീണ്ടും ഇവരെല്ലാവരും, അതായത് നീലുവും പിള്ളേരും അടുക്കളയിൽ നിന്ന് ഈ ഒരു മൂക്കുത്തിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലച്ചു നീലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ മൂക്കുത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ കഥയുണ്ട് എന്ന രീതിക്ക്. എന്നിട്ട് കേശു നീലുവിൻ്റെ ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്, അപ്പൂപ്പനെ വിളിച്ച് ചോദിക്കുക, അപ്പോൾ ആ ഒരു മൂക്കുത്തി അവിടെ ഉണ്ടോയെന്ന് അറിയാം, ഇതിൻ്റെ ഫ്ലാഷ് ബാക്കും അറിയാമെന്ന രീതിക്ക് കേശു ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അതും കേട്ടിട്ട് നീലു കുട്ടമ്പിള്ളിയെ വിളിക്കുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. ഇത് കൂടാതെ ഒരു TV പ്രോമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ TV പ്രോമോയിൽ ഒരു സീനാണ് കാണിച്ചിരുന്നത്. അതായത് ഭവാനിയമ്മ ഈ മൂക്കുത്തി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രഷറൊക്കെ ഉണ്ടാക്കിയ ശേഷം നീലു കുറച്ച് പൈസയും ഭവാനിയമ്മയുടെ ബാഗ് എടുത്തിട്ട് കൈ കൊടുത്തിട്ട് നീലു പറയുന്നുണ്ട്, ഈ പൈസ എൻ്റെ കയ്യിലുള്ളൂ, ഇതിൽ മൂക്കുത്തിക്ക് പകരം ഇത് വെച്ചോളി, എന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിക്കോ എന്ന രീതിക്ക് ഭവാനിയമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനിയമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇറക്കി വിടുവാണോ എന്ന രീതിക്ക്. അപ്പോൾ നീലു പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിലും കാതിലൊക്കെ നിറയെ സ്വർണ്ണമുണ്ട്, അതൊക്കെ എവിടെയെങ്കിലും കഴിച്ചു വെച്ചിട്ട് അത് കാണാതായി, അതിനും പഴി കേൾക്കാൻ വയ്യ, അതുകൊണ്ട് അമ്മ പോകണമാണ് നല്ലത് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനിയമ്മ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത്, ഞാൻ വീടിനകത്ത് നല്ല പ്രശ്നമുള്ളൂ, ഞാൻ പുറത്ത് വെക്കുമ്പോൾ എൻ്റെ മൂക്കുത്തി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നും പറയുന്നുണ്ട്. അവസാനം ഒരു സെൻറ്റിമെൻ്റ് ആയിട്ടുള്ളൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണാനാണ് ഞാൻ അങ്ങോട്ട് വന്നത്, അതിന് മുട്ട് വയ്യാതിരുന്നിട്ട് പോലും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതോടെ ഒരു TV പ്രോമോ ഇറങ്ങി. TV പ്രോമോവും അവസാനിച്ചു. ഇപ്പോൾ ഈ രണ്ട് പ്രോമോയിലും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഭവാനിയമ്മയുടെ മൂക്കുത്തിയാണ്. അങ്ങനത്തെ ഒരു മൂക്കുത്തി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പക്ഷേ ആ മൂക്കുത്തി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഭവാനിയമ്മ പാറുക്കുട്ടിയെ പോലും സംശയിച്ച് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് നടക്കുന്നുണ്ട്. അവസാനം ഇവരെല്ലാവരും ചേർന്ന് കുട്ടമ്പിള്ളയെ വിളിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച് നിൽക്കുന്ന പോലെ കുട്ടമ്പിള്ള അതിന് എന്താ ആൻസർ പറയുന്നൊന്നും അറിയില്ല. അതൊക്കെ എപ്പിസോഡ് വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അവസാനം നീലിന് സഹി കെട്ടിട്ട് കുറച്ച് പൈസയും ബാഗൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നുണ്ട് ഭവാനിയമ്മ. അങ്ങനെയാണ് ഈ ഒരു പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൂക്കുത്തി കാണാനില്ല എന്നുള്ളൊരു ഇത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഭവാനിയമ്മ തന്നെയാണ്. പിന്നെ ഈ എപ്പിസോഡിലൂടെ രാംകുമാർ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ ശിവാനിയും ദീയും ബാലും ഒന്നും തന്നെ ഈ ഒരു എപ്പിസോഡിലുമില്ല. ഉടനെ തന്നെ അവരിപ്പോൾ മുളകിൽ ഇപ്പോൾ റീജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.